ഹലോ, വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ഓണത്തിൻ്റെ മൂന്നാമത്തെ ഡിഷ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ റെസിപ്പിയും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ 1 ടേബിൾ സ്പൂണും 1 ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കണം. പിന്നെ ഇതിലേക്ക് ഉണക്കമുളക് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഒന്ന് മൂപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കറിവേപ്പില 1 തണ്ടും 1 പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ മുളക് പൊടി പിന്നെ ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. എണ്ണ പോരാന്നുണ്ടെങ്കിൽ രണ്ടാമതൊന്നുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഫ്രൈ ചെയ്യണം. ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞ് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ചെറിയ ചൂടുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ശർക്കര ഞാൻ ഡയറക്റ്റാണ് ചേർത്തേക്കുന്നത്. ഇത് നല്ല ശർക്കര ആയതുകൊണ്ടാണ്. അഴുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അരിച്ച് വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കണം. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക. ആ കൂട്ടത്തിൽ നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ച പൗഡറും കൂടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യും. ഇത്രേ ഉള്ളൂ നമ്മുടെ പുളിയിഞ്ചി. ഇനി നമുക്കൊന്ന് റീ അടിക്കാം. ഓണസദ്യയുടെ അടുത്ത വിഭവം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്